നമസ്കാരം. പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മാർച്ച് മാസത്തെ അവസാനത്തെ വീക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മന്ത്ലി എക്സ്പയറിയാണ് വരാൻ പോകുന്നത്. ഒപ്പം Q4 ഏർണിംഗ്സും RBI മീറ്റിംഗും ഒക്കെ ആയിട്ട് ഇവൻഫുൾ ആയിട്ടുള്ളൊരു മന്താണ് ഏപ്രിൽ വരാൻ പോകുന്നത്. സോ പതിവ് പോലെ തന്നെ കഴിഞ്ഞ സെഷൻ്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് ആദ്യമായിട്ട് നോക്കാം. നിഫ്റ്റി വെള്ളിയാഴ്ച 160 പോയിന്റിൻ്റെ നേട്ടത്തിൽ 23,350 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. 23,402 എന്നൊരു ഇൻട്രാഡേ ഹൈ ടച്ച് ചെയ്തിരുന്നു. പോയ വാരം 1000 പോയിന്റോളം റിക്കവറി നിഫ്റ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. ബ്രോഡർ മാർക്കറ്റും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ബാങ്ക് നിഫ്റ്റിയും 530 പോയിന്റിന്റെ നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. SBI ലൈഫ്, NTPC, ONGC, ബജാജ് ഫിനാൻസ് ഓഹരികളാണ് ഏറ്റവും അധികം മുന്നേറ്റം രേഖപ്പെടുത്തിയത്. അതോടൊപ്പം ട്രെൻഡ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, വിപ്രോ, ഹിൻഡാൽകോ, ഇൻഫോസിസ് തുടങ്ങിയ ഓഹരികളാണ് ഇടിവിൽ അവസാനിച്ചത്. ആദ്യമായി ടെക്നിക്കൽസ് നോക്കാം. നിഫ്റ്റിയിൽ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 23,400 തന്നെയാണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ സൂചിക 23,600 എത്തിയേക്കാമെന്നാണ് LKP സെക്യൂരിറ്റീസിലെ രൂപക് ദേ അഭിപ്രായപ്പെടുന്നത്. 23,400 മറികടക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കൺസോളിഡേഷൻ സൂചികയിൽ ഉണ്ടായേക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നിഫ്റ്റിയുടെ അണ്ടർലൈങ് ട്രെൻഡ് പോസിറ്റീവായി തുടരുന്നുണ്ട്. അതിനാൽ സൂചിക 23,800 കുതിച്ചേക്കാമെന്നാണ് HDFC സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെടുന്നത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 23,250 ആണ്. ബാങ്ക് നിഫ്റ്റി സൂചികയും മുന്നേറ്റം പ്രകടമാക്കിയിരുന്നു. ബാങ്ക് നിഫ്റ്റി സൂചികയിൽ ഡെയിലി ചാർട്ടിലും വീക്കിലി ചാർട്ടിലും ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിനാൽ വരും സെഷനുകളിൽ 50,650 ആണ് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ്. കഴിഞ്ഞ സെഷനിൽ 50,672 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 50,650 മറികടന്ന് പോവുകയാണെങ്കിൽ സൂചികയിൽ വീണ്ടും ഒരു കുതിപ്പ് തുടർന്നേക്കാമെന്നാണ് അസിത് സി മെഹ്ത്ത ഇൻവെസ്റ്റ്മെന്റിലെ ഹൃഷികേഷ് യാദവ് അഭിപ്രായപ്പെടുന്നത്. ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അപ്ഡേറ്റ്സ് നോക്കാം. ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 100 പോയിന്റിന്റെ മുന്നേറ്റം ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നമ്മൾ കണ്ടിരുന്നു. സോ നമുക്ക് ഇന്ത്യൻ വിപണിയിലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു പോസിറ്റീവ് മൊമെന്റം നിൽക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. വെള്ളിയാഴ്ച US വിപണി ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. S&P 500 0.08% മുന്നേറ്റത്തിൽ അവസാനിച്ചപ്പോൾ നാസ്ഡാക്ക് 0.52% നേട്ടത്തിലും ഡൗ ജോൺസ് 32 പോയിന്റ് നേട്ടത്തിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ വിപണികളിൽ നമുക്കൊരു മിക്സഡ് പെർഫോമൻസ് ആണ് കാണുന്നത്. അടുത്തത് FII-DI ഡാറ്റയാണ്. FIIസിനെ സംബന്ധിച്ച് വെള്ളിയാഴ്ച നെറ്റ് ബയേഴ്സ് ആയിട്ട് തന്നെ മാറിയിരുന്നു. 7,470.36 കോടി രൂപയുടെ ഓഹരികളാണ് FIIs വാങ്ങിയത്. DISന്റെ ഭാഗത്ത് 3,202.26 കോടി രൂപയുടെ ഓഹരികൾ വിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ സെഷൻ 0.21% ഇടിവിൽ 12.58 എന്ന ലെവലിലാണ് സെറ്റിലായിരിക്കുന്നത്. അവസാനമായിട്ട് ഇന്ന് ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ നോക്കാം. അതിൽ പവർമെക് ഓഹരികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിക്ക് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിൽ നിന്നും കരാർ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. 579 കോടി രൂപയുടെ കരാറാണ് ലഭിച്ചിരിക്കുന്നത്. 32 മാസങ്ങൾക്കുള്ളിൽ പൂർത്തീകരിക്കാനാണ് ധാരണയായിട്ടുള്ളത്. യൂക്കോ ബാങ്കാണ് മറ്റൊരു ഓഹരി. യൂക്കോ ബാങ്കിനെ സംബന്ധിച്ച് 2000 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് QIP അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് പ്രൈസിനേക്കാളും 9.19% ഡിസ്കൗണ്ടിലായിരിക്കും ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നതെന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു ഓഹരി റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സബ്സിഡിയറി ആയിട്ടുള്ള നൗവാൻ ട്രേഡിംഗ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് വെൽപ്സൺ കോർപ്പ് ലിമിറ്റഡിൽ നിന്നും നൗവാൻ ഷിപ്പ്യാർഡ് പ്രൈവറ്റ് ലിമിറ്റഡിനെ ഏറ്റെടുത്തതായിട്ട് അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 74% ഓഹരികളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 382.73 കോടി രൂപയ്ക്കാണ് ഏറ്റെടുക്കൽ നടത്തിയിരിക്കുന്നത്. മറ്റൊരു ഓഹരി ഗോദ്രേജ് പ്രോപ്പർട്ടീസ് തന്നെയാണ്. ഗോദ്രേജ് പ്രോപ്പർട്ടീസിനെ സംബന്ധിച്ച് 10 ഏക്കർ ലാൻഡ് ബാംഗ്ലൂരിൽ അവർ ഏറ്റെടുത്തതായിട്ട് അവർ അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 2,500 കോടി രൂപ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് ആണ് എന്നാണ് ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അടുത്തത് TVS ഹോൾഡിംഗ്സ് ലിമിറ്റഡ് ആണ്. കമ്പനിയെ സംബന്ധിച്ച് അവർ ഇന്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓഹരി ഒന്നിന് ₹4.75 എന്നുള്ള നിരക്കിലായിരിക്കും ഡിവിഡൻഡ് നൽകുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആവാസ് ഫിനാൻസിയേഴ്സ് ആണ് അടുത്തത്. കമ്പനിയെ സംബന്ധിച്ച് അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 20,000 കോടി എന്ന മാർക്ക് മറികടന്നതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഓഹരിയെ സംബന്ധിച്ച് അത് പോസിറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. NCC ആണ് മറ്റൊരു കമ്പനി. കമ്പനിക്ക് ബീഹാർ മെഡിക്കൽ സർവീസസിൽ നിന്നും 1,480.34 കോടി രൂപയുടെ പ്രൊജക്ട് ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചിട്ടുണ്ട്. ലാർസൻ ആൻഡ് ട്യൂബ്രോ നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. കമ്പനിയെ സംബന്ധിച്ച് സുബ്രഹ്മണ്യൻ ശർമ്മയെ ഡെപ്യൂട്ടി MD ആയിട്ട് നിയമിച്ചതായിട്ട് അവർ അറിയിച്ചു.
അറിയിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനൊരു പ്രൊമോട്ട് ചെയ്തതായിട്ടാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല കമ്പനിയെ സംബന്ധിച്ച് 12,000 കോടി രൂപ ലോങ് ടേം ബോറോയിങ്സ് ആയിട്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്.